മക്കളെന്താ ചെയ്യുന്നത്, അവനെങ്ങോട്ടാ പോകുന്നത്, ഇവളെങ്ങോട്ടാ പോകുന്നത്, നാട്ടുകാരുടെ വിഷയം. രക്ഷിതാക്കളെ കുറിച്ചല്ല, അവരവരുടെ മക്കളെ കുറിച്ച് ആലോചിക്കണം. പക്ഷേ നാട്ടുകാരുടെ പിന്നാലെ ഓരോരുത്തരുടെയും സ്വകാര്യതകൾ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങളാരും ഒരാളിന്റെ സ്വകാര്യതയിലേക്ക് ഇറങ്ങാൻ പാടുള്ളതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. ഞാനിത് പരസ്യമായിട്ട് ചെയ്ത തെറ്റല്ലല്ലോ, ഞാൻ എന്റെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ ചെയ്യുന്ന ഈ പണി നിങ്ങൾ ചാരവൃത്തി ചെയ്തുകൊണ്ട് കണ്ടെത്തിയതാണ്, ഞാൻ പരസ്യമായി ചെയ്തതല്ലല്ലോ. ഈ ഒരു വാദ കള്ളൂടെയും പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോവാണ്. ഞാൻ തിരക്കേടില്ലല്ലോ, ഞാൻ നിന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ കുറ്റക്കാരൻ, അങ്ങനല്ലോ, ഉൾട്ടാ ചോർ കോ ത്വാൽ കോ ഡാണ്ടെ എന്ന് പറയും ഉറുദുവിൽ. പോലീസുകാരൻ ഇങ്ങോട്ട് പേടിപ്പിക്കുക കള്ളൻ. ഉമർ തങ്ങൾ കുറ്റക്കാരനായിപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, ഉമർ തങ്ങൾ കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് എന്താണോ പറയുന്നത് അവിടെ നിൽക്കുന്ന ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതിന് ഹി വിൽ നോട്ട് ട്രസ്പാസ്, ഉമർ തങ്ങൾ ഇതിനെ മറികടന്നു പോവില്ല. അല്ലാഹ് പറഞ്ഞോ എന്നാ പിന്നെ കഴിഞ്ഞു. അങ്ങനെയാണ് ഉമർ തങ്ങൾ മുമ്പേ അങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിർർ ബിൻ ഖൈസ് എന്ന് പറയുന്ന മനുഷ്യൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികത്ത് തന്റെ അമ്മാവന്റെ മകന് വേണ്ടി സമ്മതം ചോദിച്ചൊരു ചരിത്രമുണ്ട്. ഉയൈനത്ത് ബിൻ ഹുസ്ൻ അൽ ഫസാരി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. പക്ഷേ അന്ന് ഉമർ തങ്ങളുടെ മുമ്പിൽ വന്ന് വല്ലാത്തൊരു പരിക്കൻ സ്വഭാവത്തിൽ പെരുമാറിയിരുന്നു. ഹിർർ ബിൻ ഖൈസ് എന്നവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്റെ അമ്മാവന്റെ മകൻ നിങ്ങളെ കാണാൻ നിങ്ങളുമായി ഒരു അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറയുന്നുണ്ട്. സമ്മതം കൊടുത്തു ഉമർ എന്നവർ വന്നോട്ടെ എന്ന്. വന്നപ്പോ ഉയൈനത്ത് ബിൻ ഹുസ്ൻ അൽ ഫസാരി തങ്ങൾ ഒരൽപ്പം കർക്കശ സ്വഭാവമുള്ള ആളെ, കർക്കശെന്ന് മാത്രമല്ല പരുഷനായിരുന്നു. ഹി വാസ് എ ലിറ്റിൽ ബിറ്റ് റൂഡ്. ഉമർ തങ്ങളോട് പറയാ, ഉമറെ ഇതാരാന്ന് ചോദിച്ചു. ഉമർ തങ്ങൾ ചോദിച്ചു, ആരാ വന്നത്? ഞാനാ. നമ്മൾ പറയാൻ പോകുന്ന ചർച്ചയിലുണ്ട്, ഒരാളോട് ആരാന്ന് ചോദിച്ചാൽ പേര് പറയണം, ഞാനാന്ന് പറയരുത് എന്നാ. പേര് പറയണം, ഞാനാന്ന് പറയരുത്. ഉമർ തങ്ങൾ ചോദിച്ചു, മൻ, ആരാ? ഇന്ന മദ്ഹി ഇസ്സുൻ വ ദമ്മി ഷൈനുൻ, എന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞാൽ അത് നന്മയാണ്, എന്നെ മോശമാക്കി പറയുന്നത് മോശമാണ്, അങ്ങനത്തെ ആളാണ് ഞാൻ. ഉമർ തങ്ങൾ പറഞ്ഞു, ദാക ഹുവല്ലാഹ്, അപ്പറഞ്ഞത് അള്ളയാണ്, അല്ലല്ലോ പോയി വന്നത് എന്ന് പറഞ്ഞു ഉമർ തങ്ങൾ. അവർ ഞാൻ ഉയൈനത്ത് ബിൻ ഹുസ്ൻ ഹിർർ ബിൻ ഖൈസിനോട് പറഞ്ഞിരുന്നു, എന്ത് വേണം, എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹിർർ ബിൻ ഖൈസ് എന്നവരുടെ അടുത്തുണ്ട്, ഉമറേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഇന്നക ലാ തഅദിൽ ഫിൽ ഖളാ, നീതി ചെയ്തുകൊണ്ട് നിങ്ങൾ ഭരണം നടത്തുന്നില്ല ഉമറേ, നിങ്ങൾ നീതി ചെയ്യുന്നില്ല. വലാ തഅദിൽ ഫിൽ ഖിസ്മ, ആളുകൾക്ക് സാധനങ്ങൾ ഓരി വെച്ചു കൊടുക്കുമ്പോൾ ഉമർ എന്നവരെ നിങ്ങൾ ഒരേപോലെ ചെയ്യുന്നില്ല, നിങ്ങൾ വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. റൂമിലേക്ക് ചെല്ലുകയാണ്. ഉമർ തങ്ങളുടെ ഒരു മരുന്നുണ്ട്, ആ മരുന്ന് കിട്ടിയാൽ ഏത് ശൈത്താൻ ഇറങ്ങി ഓടും. ഒരു വടിയാണത്, ചാട്ടവാർ. ലോകത്തിന് നീതി പഠിപ്പിക്കാൻ വന്ന ഉമർ എന്നവര് നീതി ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഇന്നക ലാ തുഅത്തിൽ ജസൽ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത്രയും തരുന്നില്ലല്ലോ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പരാതി. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയി. ഉമർ എന്നവരെ ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോ ഹിർർ ബിൻ ഖൈസ് എന്നവർ, ഉമറേ നിക്ക് അടിക്കല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യും. അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ, മാപ്പ് ചെയ്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക. വിവരദോഷികൾ വല്ലതും പറഞ്ഞാൽ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചേക്കണം, ഇതല്ലേ ഖുർആൻ പറഞ്ഞത്? അഫൗതു അൻഹു, എന്നാ ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. അല്ലാഹു എന്താണോ പറയുന്നത് അവിടെ നിൽക്കും. വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ തെറ്റ് കണ്ടെത്താൻ വേണ്ടി ചെന്നത് ഒരു തെറ്റാണ് എന്ന്, ഗുരുതരമായ തെറ്റാണെന്ന് വിശുദ്ധ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ആ തിന്മ ചെയ്തിരുന്ന മനുഷ്യൻ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോ ഉമർ എന്നവർ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ നിന്നെ മാപ്പ് ചെയ്തു വിട്ടാൽ നീ നന്നാകുമോ എന്ന് ചോദിച്ചു. ആ ഉമറെ, ഇനി ഞാൻ ആവർത്തിക്കില്ല, വല്ലാഹി ലാ അഊദു ഇലൈഹ, ഇനി ഞാൻ കള്ളുടിയൂല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ അച്ചടക്കം പഠിപ്പിച്ച സൂറയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ, ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, സലാം പറയാതെയും സമ്മതം ചോദിക്കാതെയും നിങ്ങൾ മറ്റൊരാളിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലരുത്. ദാലികും ഖൈറുൽ ലക്കും,
അത് നിങ്ങൾക്ക് ഉത്തമം, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമം അതാണ്. ഒരാളുടെ വീട്ടിലേക്കും ബെല്ലടിച്ചുകൊണ്ട് ഓടി കയറി ചെല്ലാൻ പാടില്ല. വെയിറ്റ് ചെയ്യണം. 3 പ്രാവശ്യം സമ്മതം ചോദിക്കണം. അതിന് ചില മര്യാദകളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരുടെ പ്രിയപ്പെട്ട മകൻ പ്രായപൂർത്തിയായതിനു ശേഷം മക്കളോട് പറയും, മക്കളെ, പാപ്പയുടെ ഉമ്മയുടെ റൂമിലേക്ക് നിങ്ങൾ കടക്കുമ്പോ വാതിലിൽ മുട്ടിയിട്ട് സമ്മതം വാങ്ങിക്കണം, അങ്ങനെ നിങ്ങൾ കടക്കാൻ പാടുള്ളൂ എന്ന് സ്വന്തം മക്കളെ മഹാന്മാരായ സ്വഹാബിമാർ പഠിപ്പിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആലിമുൻ മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബികളിൽ ആലിമായ സ്വഹാബിയാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരാൾ വന്ന് ചോദിക്കുന്നു, അസ്തഇദിനു അലാ ഉമ്മി, എന്റെ ഉമ്മയുടെ റൂമിലേക്ക് ഞാൻ കടക്കുമ്പോ സമ്മതം ചോദിക്കേണ്ടതുണ്ടോ? അപ്പൊ ചോദിച്ചു, നിന്റെ ഉമ്മയെ ഏത് കോലത്തിലും കാണാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? ഇല്ല. ചൂടെടുത്തിട്ട് വസ്ത്രം മാറ്റിവെക്കുകയോ വസ്ത്രം ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്ന നേരമുണ്ടാകാം. ചില ചൂടുകാലത്തൊക്കെ ആണെങ്കിൽ അല്പവസ്ത്രമായിട്ട് ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? അവിടൊക്കെ സമ്മതം ചോദിക്കാതെ കയറി ചെന്നാൽ ഒരാളിന്റെ ഔറത്തല്ലേ നീ കാണുന്നത്, നിന്റെ ഉമ്മയുടേതാണെങ്കിൽ പോലും അതിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, എന്നാ സമ്മതം ചോദിച്ചിട്ടേ കയറാവൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല സ്വർഗ്ഗവാസികളിൽപ്പെട്ട 10 അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിലുണ്ട് മഹാനായ തുൽഹ ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻ സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ തുൽഹ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. നമ്മുടെ ബാക്ക് വോയിസ് ഒന്ന് കൂടെ കൂട്ടിയാൽ തുൽഹ റളിയല്ലാഹു തആല അൻ മഹാനവറുകൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മൂസ എന്ന് പറയുന്ന മകൻ, മൂസ ബിൻ തുൽഹ ബിൻ ഉബൈദില്ല, മൂസ എന്ന മകൻ പിതാവിന്റെ കൂടെ റൂമിലേക്ക് ധൃതി പിടിച്ച് ഉമ്മയുടെ അരികത്തേക്ക് വരുമ്പോ പ്രായപൂർത്തിയായ പക്വതയുള്ള മകൻ, 15 വയസ്സ് കഴിഞ്ഞ മകൻ തുൽഹ റളിയല്ലാഹു അൻഹു തന്റെ മകനെ തടഞ്ഞു നിർത്തുകയും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്തു, അല്ല മൂസ, ഞാൻ ചെല്ലുന്നത് എന്റെ ഭാര്യയുടെ അരികത്തേക്കാ, നിന്റെ ഉമ്മ, നീ നിന്റെ ഉമ്മയുടെ അരികത്തേക്ക് വരുമ്പോ നീ സമ്മതം ചോദിക്കണ്ടയോ എന്ന് ചോദിച്ചു. നമ്മളൊന്നും തീരെ ചിന്തിക്കാത്ത ഒരു വിഷയമായിരിക്കാം ഇത്. വീടുകളിൽ താത്താന്റെ റൂമിലേക്കും ജ്യേഷ്ഠന്റെ റൂമിലേക്കും കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും പ്രായപൂർത്തിയായവരും ഇല്ലാത്തവരും ഒക്കെ താമസിക്കുന്ന വീടുകളിൽ അതെന്റെ പെങ്ങളല്ലേ, എന്റെ ഉമ്മയല്ലേ, എന്റെ ആങ്ങളല്ലേ, നിനക്ക് ശരിയാ, ഒന്ന് വാതിൽക്കൽ മുട്ടണം, വരട്ടെ, തുറന്നോട്ടെ എന്ന് ചോദിച്ചിട്ടേ കടക്കാൻ പാടുള്ളൂ. ചെറിയ കുട്ടികൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്. കുട്ടികൾ മുതിർന്നാൽ വലിയവരെ പോലെയാണ്, സമ്മതം ചോദിച്ചിട്ടേ കടക്കാവൂ. ഇങ്ങനെ ഒരു നിയമം വിശുദ്ധ ഖുർആനിലുണ്ട്. അതാണ് വാതിൽ തുറക്കും മുമ്പേ എന്ന ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം. ആദ്യമായി ഖുർആൻ പറയുന്നത് ഹത്താ തസ്തഇനിസു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്കിഷ്ടമാണ് എന്ന് സ്വാഭാവികമായ ഒരു തോന്നൽ നിങ്ങൾക്ക് വരണം. ചില ആളുകൾ വരുന്നത് അവർക്ക് ഇഷ്ടമേ അല്ല. ആ ആളുകളാണെങ്കിലോ അത് മനസ്സിലാക്കാതെ അവിടെ തന്നെ വന്നിരിക്കും ചെയ്യും, രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഒന്ന് എണീറ്റ് പൊയ്ക്കോളൂ എന്ന് പറയാൻ അവർക്ക് ആഗ്രഹമുണ്ട്, പറഞ്ഞാൽ അത് പിണക്കമാവും. ഒരു മനുഷ്യനൊരു കോമൺ സെൻസ് വേണമെന്നാണ്. സ്വാഭാവികമായും ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാണോ എങ്കിലേ സമ്മതം ചോദിച്ചുകൊണ്ടേ അങ്ങോട്ട് കയറാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കല്യാണത്തിന് ക്ഷണമുണ്ടായി, അതിനെക്കുറിച്ചല്ല. ഒരു റെസ്റ്റോറന്റിലേക്ക് അടക്കുക, അതിനെക്കുറിച്ചല്ല. ഒരു ഹോട്ടലിലേക്ക് റൂം ബുക്ക് ചെയ്യുകയും ചെയ്യും, അതൊന്നുമല്ല വിഷയം. താമസമുള്ള വീടുകളിലേക്ക് ചെല്ലുമ്പോ അവരോട് സമ്മതം ചോദിക്കണം. അങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന് സ്വാഭാവികമായൊരു തോന്നൽ വേണം. ആരും ആരെയും ബോറടിപ്പിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ ഇന്ന് പറയുന്ന ഭാഷയിൽ അതാണ് അതിനർത്ഥം. വെറുതെ ഇരുന്ന് ബോറടിപ്പിക്കുക കണ്ടല്ലോ, ഇരുന്ന് മടുപ്പിക്കുക. ഒന്നാമത്തെ നിയമം ഹത്താ തസ്തഇനിസു, നിങ്ങളങ്ങോട്ട് വരുന്നത് അവർക്ക് ഇഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവണം. രണ്ടാമത്തേത് വതുസല്ലിമു, നിങ്ങൾ വീട്ടുകാരോട് സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, കൊച്ചുമക്കളോട്, മക്കളെ നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടേ വീട്ടുകാരിലേക്ക് കയറി ചെല്ലാവൂ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മുആദേ സല്ലിം അലാ അഹ്ലിക തകുല്ലഹും ബറക, മുആദേ നിങ്ങൾ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും എന്ന് പറയണം. അത് വീട്ടുകാർക്ക് ബറക്കത്താണ്, സന്തോഷമാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് കാരണമാണ്. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയാറുണ്ടോ? പുറത്തുനിന്ന് പോയി വരികയാണ്, കല്യാണം കഴിഞ്ഞിട്ട് വരികയാണ്, സ്കൂളിൽ നിന്ന് മക്കള് സ്കൂൾ വിട്ട് വരികയാണ്, മദ്രസ വിട്ട് വരികയാണ്, ദർസ് കോളേജ് കഴിഞ്ഞ് വരികയാണ്, മക്കൾ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും എന്ന് പറയാറുണ്ടോ? അസ്സലാമു അലൈക്കും എന്നാണ് ആദ്യം. അസ്സലാമു ഖബലൽ കലാം,
ആദ്യം സലാം പറയണം, പിന്നെയാണ് വർത്താനം പറയേണ്ടത്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, പ്രിയപ്പെട്ട അധ്യക്ഷരെ, പ്രിയപ്പെട്ട ഉദ്ഘാടകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെയല്ല പറയേണ്ടത്. ആദ്യം അസ്സലാമു അലൈക്കും, പിന്നെ വിളിക്കേണ്ടവരൊക്കെ വിളിച്ചോളി. ആദ്യം സലാം പറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ അധ്യക്ഷരെ, നാട്ടുകാരെ, കൂട്ടുകാരെ ഇതൊക്കെ പറയാം. ആദ്യം പറയേണ്ടത് സലാമാണ്. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴും അത് തന്നെയാണ് നിയമം. ഹബീബായ നബി തങ്ങൾ മദീനയിൽ കയറി വന്ന ഉടനെ മദീനക്കാരോട് ഉപദേശിച്ച ആദ്യത്തെ ഉപദേശത്തിൽ കാണാൻ കഴിയുമത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണമേ. അത്വഇമുത്ത്വാം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണമേ. സുലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തേണമേ. സല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കണമേ. മദീനയിൽ വന്ന ഉടനെ നിബിധങ്ങൾ പറഞ്ഞ ഹിജ്റ കഴിഞ്ഞ് വന്ന ആദ്യത്തെ ഹദീസാണിത്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, തദ്ഖുലുൽ ജന്നത ബിസലാം, എന്നാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗ്ഗത്തിലേക്ക് എത്താൻ കഴിയും. സലാം പ്രചരിപ്പിക്കണേ. ഇപ്പൊ കല്യാണത്തിനൊക്കെ പോയാൽ മിണ്ടാണ്ട് വരിക, മിണ്ടാണ്ട് ഇറങ്ങി പോവുക. സലാം, ഒരു ചിരി, ഒരു വർത്തമാനം, ഒരു ഷെയ്ക്ക് ഹാൻഡ്, ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും എന്ന് പറയും. മുസ്ലിമാണോ മുഅ്മിനാണോ, അസ്സലാമു അലൈക്കും എന്ന് പറയും. അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിങ്ങൾക്കറിയുന്നവരോ അറിയാത്തവരോ ആകട്ടെ, അത് ഒരു പെണ്ണാണിനോടോ ആണ് പെണ്ണിനോടോ അല്ല, അവർ മഹ്റമുകൾ തമ്മിലേ പാടുള്ളൂ. പക്ഷെ പുരുഷന്മാരോട്, പെണ്ണുങ്ങൾ തമ്മിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 കൂലിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി 20 കൂലിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു 30 കൂലിയാണ്. വെറുതെ നഷ്ടപ്പെടുത്താൻ. സലാം പറഞ്ഞാൽ മുസാഫഹത്ത് ചെയ്യണം. സാധിക്കുമെങ്കിൽ മുസ്ലിമീങ്ങളായ ആളുകൾ അഭിസംബോധന ചെയ്യുകയും കൈകൾ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയും ചെയ്താൽ തനാസറത്തു ദുനൂബുഹുമ, അവരുടെ തെറ്റുകൾ വൃക്ഷത്തിന്റെ ഇലകൾ പൊഴിയുന്ന പോലെ അവരുടെ കൈകൾ രണ്ടുപേരും അകറ്റുന്നതോടുകൂടെ രണ്ടുപേരുടെയും ചെറുദോഷങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വളരെ നിസ്സാരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയ പ്രതിഫലം. കൊച്ചുമക്കളോട് നമ്മളത് പഠിപ്പിക്കണം. ആദ്യം സലാം, ഫോൺ എടുത്താൽ ആദ്യം അസ്സലാമു അലൈക്കും എന്ന് പറയാം. ഹലോ, ആളുണ്ടോ ഇല്ലേ എന്നൊക്കെ ശരിയാണ്, ഹലോ എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. ആള് വർത്തമാനം തുടങ്ങാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം പറയാം, എന്നിട്ടേ വർത്തമാനം തുടങ്ങാൻ പാടും. വീട്ടിലേക്ക് ചെല്ലുമ്പോ വാതിൽ തള്ളി തുറന്ന് നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുന്ന മഹാന്മാരൊക്കെ കാണാൻ പറ്റും. വീട്ടിലേക്ക് കയറാൻ സമ്മതം കിട്ടിയിട്ടില്ല. അപ്പോഴേക്ക് ആള്, ഞാൻ ഇവിടുത്തെ സ്വന്തം ആളല്ലേ, ഞാൻ ഇവിടെ എപ്പോഴും നടക്കുന്ന ആളല്ലേ, ഞാൻ എപ്പോഴും കയറി വരുന്ന വീടല്ലേ, ഇതെന്റെ സുഹൃത്തിന്റെ വീടല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്നു മുതൽ സലാം പറഞ്ഞ് ബെല്ലടിക്കലാണ് ഇന്നത്തെ സമ്മതം ചോദിക്കൽ. പരപരാടിക്കരുത്, ഒരടി അടിക്കുക, വെയിറ്റ് ചെയ്യുക. കുറെ നേരം, ഒരു ഏകദേശം ഒരു 2-3 മിനിറ്റ് വീട്ടുകാർ അടുക്കളയിലോ ബാത്റൂമിലോ ഉള്ളവരൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ അല്ലെ സമ്മതം തരണമെങ്കിൽ ആൾ വരണ്ടേ, അകത്ത് നിന്ന് വെയിറ്റ് ചെയ്യുക, ഒരു ഏകദേശം റീസണബിൾ ടൈം. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും ഒരു ബെല്ലടിക്കാം, കുറച്ചുനേരം വെയിറ്റ് ചെയ്യണം. മൂന്നാമതും ഒരു ബെല്ലടിച്ചു, ഒരൽപ്പനേരം വെയിറ്റ് ചെയ്തു. ആരും വാതിൽ തുറന്നു തരുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ആരുമില്ലേ എന്നും ചോദിച്ച് അയൽവക്കക്കാരെ, നാട്ടുകാരെ കേൾക്കുന്ന ശബ്ദത്തിൽ ഉറക്കെ വിളിച്ച് ബഹളം ഉണ്ടാക്കാൻ നിൽക്കേണ്ട, വേഗം ഫർജിഉ, തിരിച്ചു പോരണമെന്നാണ്. നബിന് അടുക്കള വാതിലൂടെ പോയി നോക്കുക, ബെഡ്റൂമിന്റെ വാതിലും തുറന്നു നോക്കുക, ആരെങ്കിലും ഉണ്ടോ, ബാത്റൂമിന്റെ അടുത്തൊന്ന് പോയി നോക്കുക. ഇതൊന്നും മുസ്ലിമായൊരു മനുഷ്യൻ ചെയ്താൽ വലിയ കുറ്റമാണ് അവനുണ്ടാവുക. അവിടെ ചെല്ലുന്നത് ഒരു പക്ഷേ സുന്നത്തായിരിക്കാം, കൂലിയായിരിക്കാം, പക്ഷെ തിരിച്ചു പോരുമ്പോ വലിയ പാപങ്ങളുമായിട്ടാണ് തിരിച്ചു പോരുന്നത്. ഇതൊക്കെ ശറഅന്റെ നിയമമാണ്. നിസ്കരിക്കണം, നോമ്പ് വെക്കണം മാത്രമല്ല, അള്ളാഹുവിന്റെ ദീനിൽ ഇതൊക്കെ നിയമങ്ങളാണ്. അത് മാത്രമല്ല, സലാം പറഞ്ഞു നമ്മൾ അകത്തേക്ക് കയറുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളാരും ഒരു വാതിൽ തുറന്നു തരാൻ നിൽക്കുമ്പോൾ അതിന്റെ നേർ മുമ്പിൽ നിൽക്കരുത്. നേരെ മുമ്പിൽ ഡോറ് തുറക്കുന്നതോടുകൂടെ ഇയാളെ കാണാം, വാതിലിന്റെ മുമ്പിൽ വലിയൊരു മനുഷ്യനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെയല്ല, ബെല്ലടിച്ചു, നിങ്ങൾ ഒളിച്ചിരിക്കേണ്ട, പക്ഷേ വാതിലിന്റെ നേർ മുമ്പിൽ നിൽക്കാതെ വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം എന്നറിയോ? ആ വാതിൽ തുറന്നു തരുന്നത് നിങ്ങൾക്ക് കാണാൻ പാടില്ലാത്ത ഒരു സ്ത്രീയോ മഹറമല്ലാത്ത ഒരാളോ ആണെങ്കിൽ അത് കാണാനുള്ള ഇടപെടരുത്, അതിന് അവസരമുണ്ടാകരുത്. തിരിച്ചിങ്ങോട്ടും അതിന് രണ്ടുപേരും ഒരൽപ്പം വാതിലിന്റെ മുമ്പിൽ നിന്ന്, നേർ മുമ്പിൽ നിന്ന് മാറി നിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബനു ആമിർ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, ജാഅ റജുലുൻ മിൻ ബനി ആമിരിൻ അലൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വരുന്നു, യസ്തഅദിനു, സമ്മതം ചോദിച്ചുകൊണ്ട്. ഫവഖഫ ബിജാനിബിൽ ബാബ്, വാതിലിന്റെ സൈഡിൽ അയാൾ നിന്നു, പക്ഷേ വലം യുസല്ലിം, അയാൾ സലാം പറഞ്ഞില്ല.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വേലക്കാരനോട് പറഞ്ഞു. ഈ ഹദീസ് വളരെ സ്വഹീഹായത് ഇമാം അൽ ബുഖാരി തങ്ങൾ അവരുടെ അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്ന സ്വഹീഹായ ഹദീസാണിത്. അവിടുത്തെ വേലക്കാരിയോടാണ് പറയുന്നത്, റൗള എന്ന് പറയുന്ന വേലക്കാരി പെണ്ണിനോട്, ഇദ്ഹബി ഫഅല്ലിമീഹി അൽ-ഇസ്തിദാൻ, ബനു ആമിർ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് വരുന്ന ആ മനുഷ്യനോട് എങ്ങനെയാണ് സമ്മതം ചോദിക്കേണ്ടത് എന്ന് റൗള നിങ്ങൾ ചെന്നൊന്ന് പറഞ്ഞു കൊടുക്കിൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, റൗള അയാളോട് പറയണം, ഖുൽ അസ്സലാമു അലൈക്കും എന്ന് പറയേ, എന്നിട്ട് അദ്ഖുലു, ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കാൻ പറയേ. ഇത് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആ മനുഷ്യൻ കേട്ടു പുറത്തുനിന്നിട്ട്. അങ്ങനെ അദ്ദേഹം അപ്പൊ പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നബിയെ അദ്ഖുലു, ഞാൻ അങ്ങ് അകത്തോട്ട് വന്നോട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിച്ചു. നബി തങ്ങൾ സലാം മടക്കി, നബി തങ്ങൾ സമ്മതം കൊടുക്കുകയും ചെയ്തു. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയായിരുന്നത്, ഒരു ക്ലാസ് റൂമിലേക്ക് അധ്യാപകൻ വരുമ്പോ, അധ്യാപകന്റെ രംഗത്തേക്ക് വിദ്യാർത്ഥികൾ വരുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയാം. ഒരു ഓഫീസിലേക്ക് മുസ്ലിമീങ്ങളായ ആളുകൾ ഇരിക്കുന്നിടത്തേക്ക്, ഒരു റൂമിലേക്ക്, ഒരു കമ്പനിയിലേക്ക്, ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ പുരുഷന്മാരോട് അസ്സലാമു അലൈക്കും എന്ന് പറയണം, സലാം പറയണം. അത് അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുന്നവരെ നിങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കുകയില്ല. സ്വർഗ്ഗപ്രവേശനം സാധ്യമാവേണമെങ്കിൽ നിങ്ങൾക്ക് ഈമാൻ വേണം. വലൻ തുഅ്മിനൂ ഹത്താ തഹാബു, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാകുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാകുന്നവരെ, മനസ്സുകൾക്കിടയിൽ സ്നേഹം ഉണ്ടാവുക. നമ്മളിപ്പോ എന്താ സംഭവം എന്നറിയോ? നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ഉംറയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ആരോടും കണ്ടാൻ വേണ്ടൂല. ഒക്കെ മുഖം വീർപ്പിച്ച് നടക്കാൻ. നീ നരകത്തേക്ക്, നീ കുഫർ, നീ ശിർക്ക്, ഞാൻ മാത്രം സ്വർഗത്തിലേക്ക്. ഇങ്ങനെ മനുഷ്യനെ വേറിട്ട് വെറുപ്പോടുകൂടെ കാണാൻ. ഇബാദത്തൊക്കെ ഉഷാറാണ്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ജമാഅത്തിന് അവ്വൽ ജമാഅത്തിന് മുമ്പിലുണ്ട്. ഈമാൻ പൂർത്തിയാവില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ, നിങ്ങൾ തമ്മിൽ സ്നേഹമില്ലാതെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമല്ല. ഈമാൻ ഉണ്ടാവാതെ സ്വർഗത്തിലേക്ക് എത്തുക സാധ്യവുമല്ല. അവലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അലാ ഷൈഇൻ, ഒരു കാര്യം പഠിപ്പിച്ചു തരാം, ഇദാ ഫഅൽതുമൂഹു തഹാബബതും, അത് നിങ്ങൾ അനുവർത്തിച്ചാൽ നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകും. ഞാൻ പഠിപ്പിച്ചു തന്നോട്ടെ. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തമ്മിൽ സ്നേഹമുണ്ടാവാൻ കാരണമാണ്. നിങ്ങൾ തമ്മിൽ മാനസികമായ സ്നേഹബന്ധമില്ലാതെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല. നോക്കണം ഹബീബിന്റെ വചനം. ഈമാൻ പരിപൂർണമാവാതെ സ്വർഗപ്രവേശനം സാധ്യമാവുകയുമില്ല. ആ സലാം നമ്മുടെ വാതിൽ തുറക്കും മുമ്പേ നമ്മുടെ വാതിൽ പടിക്കൽ വന്ന് സലാം പറയേണ്ടവരാണ് വരുന്നവരെ. നമ്മൾ മറ്റൊരാളിന്റെ വീട്ടിൽ ചെന്നാൽ അവരുടെ വാതിൽ പടിക്കൽ ചെന്ന് നമ്മളും സലാം പറയണം. നമുക്കറിയുമോ, നമ്മുടെ പിതാവിന് തുല്യമല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോലും ഹബീബായ നബി തങ്ങൾ അവിടെ തനിയായികളുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവരോട് സലാം പറയാറുണ്ട്. മഹാനായ ഇബ്നു കസീർ തങ്ങൾ അവരുടെ തഫ്സീറിൽ കൊണ്ടുവന്നു. ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദിലെ, മഹാനായ ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ, മഹാനായ ഇമാം ബസ്സാർ എന്നവർ അവരുടെ മുസ്നദിൽ, ഇമാം അഹ്മദ് എന്നവർ അവരുടെ മുസ്നദിലൊക്കെ കൊണ്ടുവന്ന സ്വഹീഹായ ഹദീസ്, മഹാനായ ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ തന്റെ പിതാവിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ഇബ്നു ഉബാദ എന്ന അൻസ്വാരിയെ കാണാൻ വരുന്നു. മദീനയിലെ സഅദ് തങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് സഅദുമാരുണ്ട് നബിക്ക്. സഅദ് ഇബ്നു ഉബാദ, സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ ഹബീബിന്റെ സ്വഹാബിമാർ. ഇതിൽ സഅദ് ഇബ്നു അബി വഖാസ് എന്നവരെ മുഹാജിറാണ്. ബാക്കി രണ്ട് സഅദുമാർ മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രങ്ങളുടെ നേതാക്കന്മാർ. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സന്ദർശിക്കാൻ വരുമ്പോ ഹബീബായ നബി തങ്ങൾ വീട്ടുപടിക്കൽ വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അദ്ഖുലൂ. അങ്ങനെയാ പറയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സഅദിന്റെ കുടുംബമേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാകട്ടെ. അദ്ഖുലു, ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു. അദ്ഖുലു, ഞാൻ അകത്തോട്ട് വന്നോട്ടെ. സഅദ് റളിയല്ലാഹു അൻഹു അകത്തുണ്ട്. മഹാനായ സഅദ് എന്നവരെ സലാം മടക്കി നബി തങ്ങൾ കേൾക്കാത്ത വിധം വഅലൈക്കസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതു. സഅദ് എന്നവരും അവരുടെ ഭാര്യയും സഅദ് എന്നവരുടെ മകൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ കേൾക്കാതെ മെല്ലെ സലാം മടക്കി. അപ്പം മകൻ ചോദിച്ചു, ഉപ്പാ
അള്ളാഹുവിന്റെ റസൂലല്ലയാ വന്നത്, നിങ്ങൾ എന്താണ് ഉറക്ക സലാം മടക്കാത്തത്? മോനെ, ആരാണാ വന്നത് എന്നറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ സലാം മടക്കുന്നത്, എന്നാൽ നബി തങ്ങൾ കേൾക്കാത്ത വിധം മടക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി ദുആ ഇറക്കുകയാണത്. സഅദിന്റെ കുടുംബമേ, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. നമ്മൾ സലാം കേട്ടില്ലെന്ന് കരുതിയാൽ തങ്ങൾ ഇനിയും പറയും അസ്സലാമു അലൈക്കും. അത് നമുക്കൊരു പ്രാർത്ഥനയാണ്. വീണ്ടും നബി പറയും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. നമുക്ക് വേണ്ടി ഹബീബ് സലാം നേരുന്നത് വർദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മോനെ ഞാൻ ആ സലാം മെല്ലെ മടക്കുന്നത് എന്ന് മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന് വിവരം അറിഞ്ഞില്ല. ഹബീബായ നബി തങ്ങൾ കുറച്ചുനേരം കാത്തുനിന്നു. വീണ്ടും സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അദ്ഖുലു. സഅദിന്റെ വീട്ടുകാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. എനിക്ക് അകത്ത് കടക്കാൻ സമ്മതമുണ്ടോ? ആരായി ചോദിക്കുന്നത്? ലോകത്തിന്റെ ഗുരുവാണ്, അല്ലാഹുവിന്റെ അഫ്ളലുൽ ഖൽഖാണ്. സർവ്വ മനുഷ്യരെക്കാളും ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠരായ അല്ലാഹുവിന്റെ റസൂൽ പോലും ഈ ചര്യയെ മറികടന്നിട്ടില്ല. മുത്തുനബി തങ്ങൾ സമ്മതം ചോദിച്ചു, സലാം പറഞ്ഞു. സഅദ് എന്നവരെ നബി തങ്ങൾ കേൾക്കാതെ സലാം മടക്കി. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി തങ്ങൾ കേട്ടില്ലാതെ തങ്ങൾ മൂന്നാമത്തെ തവണയും അല്പനേരം കാത്തുനിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. മൂന്നാമത്തെ തവണയും സഅദ് എന്നവരുടെ മറുപടി കേൾക്കാതെ വന്നപ്പോ ഹബീബായ നബി തങ്ങൾ തിരിച്ചു പോരുകയാണ്. മുത്തുനബി തങ്ങൾ തിരിച്ചു പോന്നു. തങ്ങളുടെ ശബ്ദം കേൾക്കാതെ വന്നപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ജനലിന്റെ പഴുതിലൂടെ നോക്കുമ്പോ ലോകത്തിന്റെ ഗുരു ഇറങ്ങി നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നാലെ ഓടിച്ചെന്നു. സഅദ് റളിയല്ലാഹു അൻഹു, നബിയേ, അങ്ങനോട് ക്ഷമിക്കണം റസൂലേ, അങ്ങയുടെ സലാം ഓരോന്നും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു നബിയേ. അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഇനിയും ഇനിയും ലഭിക്കണമെന്ന പ്രതീക്ഷയിൽ ഞാൻ മെല്ലെ മടക്കിയതാണ്. അങ്ങയുടെ സലാം ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി എന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളോട് മറുപടി പറഞ്ഞ് നബി തങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മളാണെങ്കിൽ തിരിഞ്ഞു നടക്കോ? നമ്മൾ പറയില്ലേ, ഈ കളിപ്പിക്കുന്നത് ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞു പോരൂലേ? അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു നടന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് എന്നവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് കുളിച്ച് വൃത്തിയാവാൻ വെള്ളം ഒരുക്കി കൊടുത്തു. നബി തങ്ങൾ കുളിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചതിൽ പിന്നെ റഫഅ യദൈഹി ഇലാ റബ്ബിഹി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നബി തങ്ങൾ ദുആ ഇറന്നു കൊടുത്തു. അല്ലാഹുമ്മ ജഅൽ സ്വലവാതിക വറഹ്മതക അലാ ആലി സഅദ് ഇബ്നു ഉബാദ. അല്ലാഹുവേ, എനിക്ക് ഭക്ഷണം നൽകിയ, ഈ സ്വീകരിച്ചിരുത്തിയ സഅദ് ഇബ്നു ഉബാദയുടെ കുടുംബത്തിന് നിന്റെ എല്ലാ കരുണയും രക്ഷയും നീ നൽകണമേ. അല്ലാഹുമ്മ ജഅൽ സ്വലവാതിക വറഹ്മതക അലാ ആലി സഅദ് ഇബ്നു ഉബാദ എന്ന് ഭക്ഷണം കഴിച്ചതിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുത്തു. അതാണ് ഭക്ഷണം കഴിച്ചാൽ ഒരു ദുആ. പഴയ മലയാളത്തിൽ പറയുമ്പോൾ ജീനിച്ചാലുള്ള ദുആ എന്ന് പറയും അല്ലേ? ഭക്ഷണം കഴിച്ച ഉസ്താദുമാരെ ഒരു ഫാത്തിഹയും 3 ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും സൗകര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഓതിയിട്ട് അങ്ങോട്ട് ദുആയിരിക്കും. അതെന്ത് റാഹത്താണ്. ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ ഉമ്മയാണ്. ഉമ്മുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ. ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3. 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ പുണ്യം കിട്ടും. മുഴുവൻ ഓതിയ കൂലി കിട്ടൂല, ഓരോ അക്ഷരത്തിനും 10 പക്ഷെ ആ പുണ്യം ലഭിക്കും 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. ഇത്രമേൽ സംരക്ഷണത്തിന് നബി തങ്ങൾ ദുആ ചെയ്ത സൂറയാണ്, ഇതൊരു ദുആയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ രക്ഷിതാവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയുന്ന പ്രാർത്ഥനയാണത്. അത് രണ്ടും ഓതിയിട്ട് ദ്വാരുന്ന എന്ത് മനോഹരമാണ്. വീട്ടുകാർക്കൊരു സന്തോഷമായി, നമുക്കൊരു നന്ദിയായി ഭക്ഷണം കഴിച്ചവർക്ക്. സാധാരണക്കാർക്കും ദ്വാരക്ക, ഫാത്തിഹ ഒന്നും ഓതാൻ അറിയില്ലെങ്കിലും ഉസ്താദുമാര് മാത്രം ദ്വാരുന്നാൽ മതി എന്നൊന്നും ആക്കണ്ട. അള്ളാഹു ഞങ്ങൾക്ക് ഭക്ഷണം തന്നതിൽ പിന്നെ അള്ളാഹു നിങ്ങൾക്ക് ഗുണം തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്നെങ്കിലും പറയാം. നമ്മൾ കല്യാണം കഴിഞ്ഞ് പോരുമ്പോഴൊക്കെ പല്ല് കുത്തിയിട്ട് എന്താ ഡയലോഗ്? പോരാ, ഭക്ഷണം പോരാ, വെറുതെ തിന്നിട്ടായി വരുന്നത്, എന്നിട്ട് പോരാ. സുബ്ഹാൻ, നന്ദി പറയേ. എത്രായിരം ആളുകൾക്ക് നെഞ്ചുരുകി കയ്യിലെ ചില്ലറയും അതും ഇതും പെറുക്കി ഉണ്ടാക്കി ഒരു മോളെ കെട്ടിച്ചയക്കുന്ന ഒരു കല്യാണത്തിന് ചെന്നിട്ട് നമ്മൾ പറയാം, നമ്മൾ സിംഗപ്പൂർ പ്ലാസയിലെ അവിടുത്തെ ഭക്ഷണത്തിന് എത്തിട്ടില്ല, അത്ര അങ്ങ് റെഡി ആയിട്ടില്ല, ആ ടേസ്റ്റ് വിഭവങ്ങൾ പോരാ, നന്ദികേടാണ്. അങ്ങനെയല്ല പറയേണ്ടത്. അൽഹംദുലില്ലാ വിശപ്പടങ്ങിയല്ലോ, അള്ളാഹു കുടുംബത്തിന് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യണം. ഇത് നബിയുടെ ശൈലിയാണ്, നബിതങ്ങൾ ചെയ്യാറുണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മളൊക്കെ തുടർന്നു പോരുന്നത്. അല്ലാഹുമ്മ ജഅൽ സ്വലവാതിക വറഹ്മതക അലാ ആലി സഅദ് ഇബ്നു ഉബാദ. നബിതങ്ങൾ 3 പ്രാവശ്യം സമ്മതം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോയപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വല്ലാതെ പേടിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദേ അൽ ഇസ്തിദാനു 3, സമ്മതം ചോദിക്കേണ്ടത് 3 തവണയാണ്.
ഫഇൻ ഉദിന ലിഅഹദികും, നിങ്ങൾക്ക് പെർമിഷൻ നൽകപ്പെടുകയാണെങ്കിൽ അകത്ത് കടക്കാം. ഇല്ലാ ഫൽയൻസരിഫ്, ഇല്ലെങ്കിൽ തിരിച്ചു പോരണം. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു എന്നല്ലാതെ 4-5 തവണ അവിടെ നിന്ന് ബെല്ലടിച്ച് ഉറങ്ങുന്നവരെ മുഴുവനും ഉണർത്തി, ഉറങ്ങിക്കിടക്കുന്ന പിഞ്ചു പൈതങ്ങളെ ഉണർത്തി, രോഗിയായി കിടക്കുന്ന പിതാവിന്റെ ഉറക്കം കെടുത്തി ബെല്ലടിച്ച് ബുദ്ധിമുട്ടാക്കരുത്. 3 തവണയേ പാടുള്ളൂ. 3 തവണയേ പാടുള്ളൂ. ഇതൊക്കെ അള്ളാഹുവിന്റെ നിയമമാണ്. നമ്മൾ വിചാരിച്ചു ഒരു ഒന്നുണ്ടാക്കലും നിസ്കരിക്കലും മാത്രമുള്ള ഖുർആനിൽ നിന്ന്. ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ള സാമാന്യ മര്യാദയാണ് എത്രയധികം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു വാഹനം ഒരുക്കി കൊടുത്തു. ഒരു കഴുതയായിരുന്നു അത്. ആ കഴുതപ്പുറത്ത് നബി തങ്ങൾ കയറി. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മകൻ ഖൈസിനോട് പറഞ്ഞു, ഖൈസേ, നബിയുടെ കൂടെ വീട് വരെ ഒന്ന് പോയി കൊടുക്ക്, ഹബീബിനെ ഒന്ന് വീട്ടിലേക്ക് ആക്കി കൊടുക്ക്. അതൊരു ആതിഥ്യ മര്യാദയാണ് അല്ലെ. ചിലപ്പോൾ ചില ആളുകളൊക്കെ വരും, ചിലപ്പോൾ കയ്യിൽ ഓട്ടോറിക്ഷന്റെ പൈസ ഉണ്ട്, ബസ് ഫെയർ കണക്കാക്കി വന്നതാ, ബസ്സിന്റെ 4 ഇരട്ടി ഓട്ടോറിക്ഷ കൊടുത്തിട്ടുണ്ടാവും, തിരിച്ചു പോകാൻ കാശുണ്ടാവില്ല. എന്നാ തിരിച്ചു പോകാൻ കാശുണ്ടോ? ഇല്ലേ. സഹായിക്കാൻ പറ്റുമോ? സഹായിച്ചു കൊടുക്കുക. മുത്തുനബിതങ്ങൾ ആ കഴുതപ്പുറത്ത് കയറിയിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ഈ കഴുതപ്പുറത്ത് യാത്ര ചെയ്യില്ല എന്ന്, എനിക്ക് മുന്തിയ വാഹനം തന്നെ വേണമെന്ന് ഹബീബായ നബിതങ്ങൾക്ക് അവിടെ സാക്ഷ്യമില്ല. ആ വാഹനത്തിൽ കയറിയപ്പോ ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന സഅദ് എന്നവരുടെ മകൻ വന്ന്, നബിയെ, ഞാൻ അങ്ങയുടെ കൂടെ വീട് വരെ വരാം, ഉപ്പ പറഞ്ഞയച്ചതാണ്. തങ്ങൾ പറഞ്ഞു, ഖൈസേ, ഒന്നുകിൽ നിങ്ങൾ ഈ കഴുതപ്പുറത്ത് കയറുക, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വരണ്ട. നിങ്ങൾ നടന്നിട്ട് എന്റെ കൂടെ വരണ്ട. ഒന്നുകിൽ നിങ്ങൾ ഈ വാഹനപ്പുറത്ത് കയറ്. മഹാനായ ഖൈസ് എന്നവരെ ഹബീബായ നബി തങ്ങളുടെ കൂടെ ഇരിക്കാൻ ധൈര്യപ്പെട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുന്നത് അതബ് കേടായി പോകുമോ എന്ന് കരുതി ഖൈസ് എന്നവർ പറഞ്ഞു, നബിയെ, ഞാൻ ആ വാഹനപ്പുറത്ത് കയറുന്നില്ല, എന്നാൽ ഞാൻ തിരിച്ചു പോയിക്കോട്ടെ. പൊയ്ക്കോളൂ ഖൈസേ, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോകാം. അങ്ങനെ ഒരു സൽക്കാരം കഴിഞ്ഞ് ഹബീബായ നബി തങ്ങൾ തിരിച്ചു പോരുന്ന ചരിത്രം ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്ന ഹദീസാണിത്. ഹദീസ് പണ്ഡിതന്മാർ കൊണ്ട് ഇതിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ എത്ര മനോഹരമായ മര്യാദകളുണ്ട്. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്ന സമ്മതം ചോദിക്കുന്നത് 3 തവണയാണ് എന്ന വിഷയം. 3 തവണ സലാം പറഞ്ഞ് സഅദ് എന്നവർ തുറന്നു കൊടുക്കാതിരുന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന നബി തങ്ങളുടെ പിന്നാലെ സഅദ് റളിയല്ലാഹു അൻഹു ചെന്ന് പറയുന്നു, നബിയേ, അങ്ങ് വരൂ നബിയേ, തിരിച്ചു വരണം എന്റെ വീട്ടിലേക്ക്. യാതൊരു മനസ്സങ്കോചവുമില്ലാതെ അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു നടന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു, സഫ്വാൻ ഇബ്നു ഉമയ്യ തങ്ങളെ മക്ക വിജയം നടക്കുന്ന കാലം ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാൻ പ്ലാൻ ചെയ്തു പോയിട്ട് ആ പ്ലാനിംഗ് അല്ലാഹു നബി തങ്ങൾക്ക് വഹി മുഖാന്തരം അറിയിച്ചു കൊടുക്കുകയും, സഫ്വാനെ, നീയും നിന്റെ കൂട്ടുകാരനും കഅബാലയത്തിന്റെ മുമ്പിലെ സംസം കിണറും ഇരുന്നിട്ട് നിങ്ങൾ എന്നെ വധിക്കാൻ പ്ലാൻ ചെയ്തിരുന്നില്ലേ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോഴാണ് ആരാരും അറിയാതെ 2 പേർ ചെയ്ത ഹബീബായ നബി തങ്ങളെ വധിക്കാൻ എടുത്ത പ്ലാനിംഗ് അള്ളാഹുവിന്റെ വഹി മുഖാന്തരം അള്ളാഹു അറിയിച്ചു കൊടുത്തതിൽ പിന്നെ ഹബീബായ നബി തങ്ങളുടെ നബുവത്ത് ബോധ്യപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച മഹാനാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാം സ്വീകരിച്ചു, വഹസുന ഇസ്ലാമു, പിന്നെ നല്ല മുസ്ലിമാണ്. അവസാന കാലം സ്വഹാബിയായിട്ട് തന്നെ വഫാത്തായ മഹാനാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. മഹാൻ പറയുന്നുണ്ട്, പരിശുദ്ധമായ ആമുൽ ഫത്ഹ് നടക്കുമ്പോ, മക്ക വിജയം നടന്നപ്പോ, അർസലനി സഫ്വാൻ ഇബ്നു ഉമയ്യ, പറയുന്നത് സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ ഉമ്മയുടെ ഭാഗത്തുകൂടെയുള്ള ഒരു സഹോദരനുണ്ട്, ഖിൽദത്ത് ഇബ്നു ഹംബൽ എന്നാണ് അവരുടെ പേര്. അവരാണ് പറയുന്നത്, എന്നെ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്റെ കയ്യിൽ ഏതാനും ചില ഭക്ഷണം അല്ലാഹുവിന്റെ റസൂലിന് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. ആ ഭക്ഷണം 3 എണ്ണമാണ്. ലബനിൻ വജിദായത്തിൻ വദഗാബീസ്. 3 ഭക്ഷണം. ഒന്ന് ലബൻ, പാല്. ജിദായ എന്ന് പറഞ്ഞാൽ ഇളയ മാൻകിടാവിന്റെ മാംസത്തിനാണ് ജിദായ എന്ന് പറയാൻ. ദഗാബീസ് എന്ന് പറഞ്ഞാൽ ചുരങ്ങ പോലത്തെ ഒരു വെജിറ്റബിൾ ആണ്. നമ്മൾ തക്കരിക്കയുടെ കൂട്ടത്തിൽ പറയുന്ന ഒരു സാധനമാണ് ദഗാബീസ്. ഈ 3 എണ്ണം എന്റെ കയ്യിൽ തന്നു എന്റെ സഹോദരൻ സഫ്വാൻ ഇബ്നു ഉമയ്യ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന് കൊണ്ടുപോയി കൊടുക്ക്. ഞാൻ മക്കയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട് അന്വേഷിച്ചു വന്നു. അള്ളാഹുവിന്റെ റസൂലാണെങ്കിലോ മക്കയിലെ ഒരു കുന്നിന്റെ മുകളിലാണ് ഹബീബായ നബിയുടെ അന്നത്തെ താമസം. മക്ക വിജയം നടന്ന കൊല്ലം ഹിജ്റയുടെ 8-ാം വർഷം. ഹിജ്റയുടെ 8 ഹിജ്റ 11 ആകുമ്പോഴേക്കും നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്നുണ്ട്.
ഹിജറയുടെ 8-ാം വർഷം മക്ക വിജയം നടന്ന കാലം മക്കക്കാർ മുഴുവനും 10,000-കണക്കിന് ആളുകൾ കലിമത്തുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ഒരു കാലമാണത്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു മലയുടെ മുകളിലാണ് താമസം. ഞാൻ അവിടേക്ക് ഈ ഭക്ഷണവുമായി കയറി ചെന്നു. മിൻ ഗൈരി ഇസ്തിഇദാനിൻ, എന്റെ ഹബീബിനോട് സമ്മതം ചോദിക്കാതെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ റൂമിലേക്ക്. മാംസവും അത് മാനിന്റേത്, ലബൻ പാലുമുണ്ട്, പിന്നെ കക്കരിക്കയുമുണ്ട്. ഇത് കൊണ്ടുകൊടുത്തു അല്ലാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞു, ഇർജഅ ഫഖുൽ അസ്സലാമു അലൈക്കും അദ്ഖുലൂ. ഇർജഅ കിൽദ, നിങ്ങൾ പുറത്തേക്ക് തന്നെ കടക്കുകയും വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്ത് എന്റെ പടിവാതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലുകയും അദ്ഖുലൂ, ഞാൻ വന്നോട്ടെ എന്ന് സമ്മതം ചോദിക്കുകയും ചെയ്യ്, എന്നിട്ടേ വരാൻ പാടുള്ളൂ എന്ന് നബി തങ്ങൾ ഖിൽദത്ത് ബിൻ ഹംബൽ എന്ന് പറയുന്ന സ്വഹാബിയെ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചയച്ചു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. സമ്മതം ചോദിക്കാതെ ഒരാളെ പ്രാക്ടീസ് ചെയ്യിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് റീഡു ഇറ്റ്. അങ്ങനെ നമ്മൾ പറയാം. നമുക്ക് സ്കൂളിലൊക്കെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നമ്മളൊക്കെ അങ്ങനെ വിദ്യാർത്ഥികൾ കൊറിഡോറിലൊക്കെ ഓടുകയാണ്, ചിലപ്പോൾ ബ്രേക്ക് സമയത്ത് കുട്ടികളൊക്കെ ഓടുകയാണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഓടാൻ പാടില്ല എന്ന്. അതൊരു ഇന്റർനാഷണൽ റൂളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല. ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് വെറുതെ ഓടരുത്. ഒരു ഫയർ ഇവാക്യുവേഷൻ ആണ്, ഓക്കെ. വെറുതെ ധൃതി പിടിച്ച് ഓടുക അപകടമാണ്. അപ്പൊ നമ്മൾ കുട്ടികളോടൊക്കെ കാം ഡൗൺ, സ്ലോ ഡൗൺ, വാക്ക്, നടക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ ആ പറയല് അതിനേക്കാളും ഉപകാരം ചെയ്യുന്നത് ഗോ ബാക്ക് where you come from, എന്ത് ചെയ്യുക, അവിടെ നിന്ന് എന്ത് ചെയ്യുക, നടന്നിട്ട് വാദം പോയിടത്തേക്ക് തിരിച്ചു പോയിട്ട് രണ്ടാമത് നടന്ന് ഓടി വന്ന കുട്ടികളെ അവിടെ നിർത്തിയിട്ട് ബാക്കോട്ട് ചെന്നിട്ട് നീ നടന്നു തന്നെ വാ എന്ന് പറഞ്ഞാൽ അവർക്കത് പിന്നെ ഓർമ്മ കാണും, അവർ പിന്നെ അത് തിരുത്തും. അല്ലാതെ ഇനി മുതൽ ഓടരുത് കേട്ടോ, ആ ശരി എന്ന് പറഞ്ഞാൽ അടുത്ത തവണ വീണ്ടും അവർ ഓടും. ആ ഓടി വന്നവരെ ഒന്ന് തിരിച്ചയക്കുക, അത് ഹബീബിന്റെ ഒരു ശൈലിയാണ്. നബി തങ്ങൾ ഇർജഅ ഫഖുൽ അസ്സലാമു അലൈക്കും അദ്ഖുൽ കിൽദാ, നിങ്ങൾ പിന്നോട്ട് പോയിട്ട് തിരിച്ചു പോയിട്ട് അസ്സലാമു അലൈക്കും ഞാൻ വരട്ടെയോ എന്ന് സമ്മതം ചോദിച്ചിട്ടേ വരാവൂ എന്ന് നബി തങ്ങൾ ആ ഭക്ഷണവുമായി വന്ന സമയത്ത് പോലും ഖിൽദത്ത് ബിൻ ഹംബൽ എന്നവരെ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചയച്ചു എന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ഇത് ഗൗരവമുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആൻ സമ്മതം ചോദിച്ചിട്ടേ കടക്കാവൂ എന്ന് പറയുന്ന വിശുദ്ധ വചനങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തേണമെങ്കിൽ ഈ വക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. മൂന്നാമത്തെ അച്ചടക്കം, ആദ്യമായിട്ട് നമ്മൾ ചെല്ലുന്നത് വാതിൽ കടക്കും മുമ്പേ, വാതിൽ തുറക്കും മുമ്പേ, നമ്മുടെ വിഷയം അതാണ്. വാതിൽ തുറക്കും മുമ്പേ, വാതിൽ തുറക്കും മുമ്പേ നമ്മൾ അവിടെ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന് ബോധ്യമാവണം. 2, സലാം പറയണം. സമ്മതം ചോദിക്കലും സലാം പറയലും 3 തവണയാണ്. അത് കഴിഞ്ഞിട്ട് മറുപടി ലഭിക്കുന്നില്ലേ നമ്മൾ തിരിച്ചു പോരണം. ഇനി പറയുന്നത് വാതിലിന്റെ ഏതെങ്കിലും ഒരു സൈഡിലാണ് നിൽക്കേണ്ടത് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം വളരെ ഗൗരവത്തിലാണ് നബി തങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഒരാളിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീടിന്റെ നേരെ മുമ്പിൽ നിൽക്കുകയോ, വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ നോക്കുകയോ, ലെൻസിനുള്ളിലൂടെ നോക്കുകയോ, ഗ്ലാസ് തുറന്നു കിടക്കുകയാണ് അതിന്റെ ഉള്ളിലൂടെ നോക്കുകയോ ചെയ്തുകൂടാ. എത്രത്തോളം ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കുക, റോഡ് സൈഡിൽ ആ കാറിന്റെ ഗ്ലാസ് ലോക്ക് ചെയ്തിരിക്കുകയാണ്, വണ്ടി വർക്കിംഗ് ആണ്, AC ഓൺ ചെയ്ത് ആരും അത് ഇരിക്കുന്നുണ്ടാവാം. നിങ്ങളവിടെ പോയിട്ട് പാളി നോക്കാൻ പാടില്ല, പാളി നോക്കാൻ പാടില്ല. നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുന്നു, സൈഡിലെ വീടുകളുടെ വാതിലോ ജനലോ തുറന്നു കിടക്കുകയാണെങ്കിൽ ആ വാതിലിലൂടെ ജനലിലൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ നോക്കാൻ പാടില്ല എന്നാണ്. നിങ്ങളുടെ വീടല്ലല്ലോ അത്, അവരുടെ സൗകര്യത്തിന് തുറന്നു വെച്ചിരിക്കാൻ, പക്ഷേ നമ്മൾ നോക്കാൻ പാടില്ല എന്നാണ്. നമ്മളാണെങ്കിലോ അവിടെ പോയിട്ട് ഗ്ലാസ് ഒക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കും അല്ലെ, തിരിച്ചു മറിച്ച് നോക്കും, ചിലപ്പോൾ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ വിടും ചെയ്യും, ഇതാ ഒരു കാറോടെ നിൽക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അനാവശ്യമായി നമ്മൾ ഇടപെടരുത്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി എടുക്കരുത്. അതിനർത്ഥം തെറ്റ് ചെയ്യുന്നവർക്ക് യഥേഷ്ടം തെറ്റ് ചെയ്യാൻ അവരഴിച്ചുവിടണം എന്നല്ല. ഒരു മനുഷ്യന്റെ സ്വകാര്യതക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് ശറയിൽ, അത് ഇസ്ലാം അനുവദിച്ചതാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. മനുഷ്യന്റെ പ്രൈവസിയെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന് മുമ്പിൽ നടന്നൊരു സംഭവം നോക്കൂ. കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ ഖൗമൻ യുരീദു അൻ യസൂറഹും ലം യസ്തഖ്ബിലിൽ ബാബ മിൻ തിൽഖാഇ വജ്ഹി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും ഏതെങ്കിലും ഒരു വീട്ടുകാരെ സന്ദർശിക്കാൻ ചെന്നാൽ ലം യസ്തഖ്ബിലിൽ ബാബ, ആ വാതിലിന്റെ മുമ്പിൽ നബി തങ്ങൾ നിൽക്കുകയില്ല. മിൻ തിൽഖാഇ വജ്ഹി, നേർ മുമ്പിലായിട്ട് നബി തങ്ങൾ നിൽക്കാറില്ല. ഇന്നമാ കാന യഖഫു അലാ ജാനിബിഹിൽ ഐമൻ ഔ ജാനിബിഹിൽ ഐസർ, ഒന്നുകിൽ വാതിലിന്റെ വലതുഭാഗത്ത് അല്ലെങ്കിൽ സൗകര്യമാണെങ്കിൽ വാതിലിന്റെ ഇടതുവശത്തേക്ക് മാറി നിൽക്കുകയാണ് ചെയ്യുക. സുമ്മ യഖൂൽ, എന്നിട്ട് നബി തങ്ങൾ പറയും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയും. അദ്ഖുലു, ഞാൻ കടക്കട്ടെയോ? വയസ്തഅ്ദിനു, തങ്ങൾ സമ്മതം ചോദിക്കും. അങ്ങനെ സമ്മതം കൊടുക്കുകയാണെങ്കിൽ ദഖല വ ഇല്ലാ ഇൻസറഫ, സമ്മതം കൊടുത്തില്ലെങ്കിൽ മുത്തനബി തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും.
ഇങ്ങനെയായിരുന്നു ഹബീബ് ചെയ്തിരുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അബൂ ദാവൂദ് എന്നവരുടെ സുനനിൽ കാണുന്ന സ്വഹീഹായ ഹദീസാണത്. ജാഅ റജുലുൻ, ഒരാൾ വന്നു, യസ്തഇദിനു അലൻ നബി, അല്ലാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നു. ഫവഖഫ അലാ ബാബിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ വാതിൽക്കൽ അയാൾ വന്നു നിന്നു. നേരെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ മനുഷ്യൻ നേരെ മുമ്പിൽ നിൽക്കുന്നത് വാതിലിന്റെ പഴുതിലൂടെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ഹാകദാ അൻക, വാതിൽ തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, വാതിലിന്റെ നേർ മുമ്പിൽ നിന്ന് മാറി നിൽക്കണേ. ഫഇന്നമാ ജുഇലൽ ഇസ്തിഇദാനു മിൻ അജലിൻ നദർ, മനുഷ്യന്റെ നോട്ടം നിയന്ത്രിക്കാനാണ് സമ്മതം വാങ്ങിക്കണം എന്ന നിയമമുണ്ടായത്. നിങ്ങളിങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുകയും വീട്ടുകാരിൽപ്പെട്ട പെണ്ണുങ്ങളോ പ്രായപൂർത്തിയായ പെൺമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ നേർക്കുനേരെ കാണാനുള്ള അവസരങ്ങളായി പോകുന്നു. അന്യായമായ അനിയന്ത്രിതമായ ഇടപെടലുകൾ അതിന്റെ ഉള്ളിലൂടെ കടന്നു വരും. അതിനുവേണ്ടിയാണ് സമ്മതം ചോദിക്കാൻ അല്ലാഹു പറഞ്ഞത്. ആ സമ്മതം ചോദിക്കുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കാൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് കാണാൻ പാടില്ലാത്ത അവിടെ പോസ്റ്റ് ചെയ്യരുത്, നമ്പർ 1. ഇനി അതിന് പെർമിഷൻ അല്ലെ, ഒരാൾ അത് എൻറ്റർ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളതും ഇല്ലാത്തതും അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകാം. സമ്മതം എടുത്തിട്ടേ നമ്മൾ അകത്ത് കിടക്കാൻ പാടുള്ളൂ. പാസ്വേഡും യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ചു മാറ്റുക, നമ്പർ ലോക്ക് ചെയ്ത വിഷയങ്ങളൊക്കെ നമ്പറുകളൊക്കെ സീക്രട്ടായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അൺലോക്ക് ചെയ്യുക. ഒരു മനുഷ്യന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പാടില്ല. ഇസ്ലാമിനതിൽ കർക്കശമായ നിലപാടുകൾ. ഒരു മനുഷ്യന്റെ പ്രൈവസിയാണ്. ഒരു മനുഷ്യന്റെ മൊബൈൽ ഫോൺ ആവട്ടെ, അവരുടെ ലാപ്ടോപ്പ് ആകട്ടെ, അവരുടെ കമ്പ്യൂട്ടർ ആവട്ടെ, അതിന്റെ ഒരു പ്രൈവസി രക്ഷിതാക്കളെ കുറിച്ചല്ല പറയുന്നത്. രക്ഷിതാക്കൾ മക്കളുടെ വിഷയത്തിൽ ഇടപെടാൻ ഒരു സമ്മതത്തിന്റെയും ആവശ്യമില്ല. രക്ഷിതാക്കൾക്ക് മക്കളിലേക്ക് ഇടപെടാൻ ഒരു സമ്മതത്തിന്റെയും ആവശ്യമില്ല. സ്വാഭാവികമായും സുഹൃത്തുക്കളുടേത് ഒരിക്കലും പാടില്ലെന്നാണ്. സമ്മതം വേണം. ഇന്നമാ ജുഇലൽ ഇസ്തിഇദാനു മിൻ അജലിൻ നദർ, മനുഷ്യന്റെ കണ്ണ് സൂക്ഷിക്കാനാണ് സമ്മതം ചോദിക്കണമെന്ന് അള്ളാഹു പറഞ്ഞത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നിടത്ത് എന്തെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. കണ്ണ് സൂക്ഷിക്കാനാണ് സമ്മതം വേണമെന്ന് പറഞ്ഞത്. അപ്പോ ഒരു മനുഷ്യന്റെ ഔറത്ത്, വളരെ വൾഗറായ വീഡിയോകൾ, പച്ചയായ വ്യഭിചാരത്തിന്റെ സീനുകൾ, മനുഷ്യൻ ന്യൂഡായി കിടക്കുന്ന ചിത്രങ്ങൾ, ഇതൊക്കെ മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ നമ്മൾ മലിനപ്പെടുത്തുകയാണ്. നമ്മൾ അത്തരം മാലിന്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് പോലും ഒരാളിന്റെ വീട്ടിലേക്ക് നമ്മൾ ബ്രേക്ക് ചെയ്ത് കടക്കുന്ന പോലെയാണ് അത്തരമൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തെങ്ങാനും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ വാക്കുകൾ ഒരു ഡിജിറ്റൽ വീട്ടിലേക്ക് കടക്കുന്നതിന് തുല്യമാണ്. കാണാൻ പാടില്ലാത്തത് കാണാൻ ഇടവരുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കടക്കാൻ പാടുള്ളതല്ലോ. സാധാരണ വീടുകളുടെ നിയമം ഇതാണെങ്കിൽ ഡിജിറ്റൽ സംവിധാനങ്ങളിലും ഇത് ബാധകമല്ലേ? ഇന്നമാ ജുഇലൽ ഇസ്തിഇദാനു മിൻ അജ്ലിൻ നദർ, മനുഷ്യന്റെ കണ്ണുകൾ മലിനമായാൽ മനുഷ്യന്റെ മനസ്സ് മലിനമാകും. മനുഷ്യന്റെ മനസ്സ് മലിനമായാൽ മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിത്തീരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. യാ പ്രവാചകരെ, അള്ളാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പറയുന്നു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയേ സത്യവിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് പറയണം, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ ചിമ്മണമെന്ന്. വയഹ്ഫളൂ ഫുറൂജഹും, അവരെ വ്യഭിചരിക്കരുത് എന്നും സത്യവിശ്വാസികളോട് പറയണേ നബിയേ. അതവർക്ക് ഉത്തമമാണ്. അങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്. വഖുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോട് പറയണേ, യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന, പെണ്ണുങ്ങളും കാണാൻ പാടില്ലാത്തത് കാണരുത് എന്ന്. വയഹ്ഫദുന ഫുറൂജഹുന്ന, അവരവരുടെ ജനനേന്ദ്രിയങ്ങൾ പുരുഷന്മാരെ പോലെ തന്നെ സൂക്ഷിക്കേണ്ടവരാണെന്നും പറയുക നബിയെ. അങ്ങ് പറഞ്ഞാൽ അവർ അനുസരിക്കുമല്ലോ. അതാണ് ഖുൽ, അങ്ങ് പറയുക. യഗ്ളൂ, അങ്ങനെയാണ്. ഖുൽ ഗുല്ലൂ എന്നാ വരേണ്ടത്. കിതാബ് പഠിക്കുന്ന കൊച്ചുമക്കൾക്ക് വേണ്ടി പറയാം. അങ്ങ് പറയണം നബിയെ, ഗുല്ലൂ മിൻ അബ്സാരിഹിം, നിങ്ങൾ ഗുല്ലൂ മിൻ അബ്സാരിക്കും, നിങ്ങളുടെ കണ്ണുകൾ ചിമ്മണം എന്ന് പറയൂ നബിയെ എന്നാണ് ഉദ്ദേശ്യം. പക്ഷെ അല്ലാഹു പറഞ്ഞതെന്താ? ഖുൽ, അങ്ങ് പറഞ്ഞാൽ യഗ്ളൂ, അങ്ങ് ചിമ്മണെന്ന് പറഞ്ഞാൽ അവർ കണ്ണ് ചിമ്മുമല്ലോ. അവരങ്ങയെ അനുസരിക്കുന്നവരാണല്ലോ. പക്ഷെ നമ്മൾ ഈ അനുസരണ കാണിക്കുന്നുണ്ടോ? നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥിനികൾ സ്മാർട്ട് ഫോണുകളും അല്ലാത്തതുമൊക്കെ കൈകളിൽ വന്നതിൽ പിന്നെ മനുഷ്യന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് വരുന്ന അനാവശ്യങ്ങൾ നമ്മൾ അറിയണേ. സമ്മതമില്ലാതൊരു വീട്ടിലേക്ക് കടക്കാൻ പാടില്ല എന്ന് നിയമമുള്ള ഇസ്ലാം. ഒരു മനുഷ്യന്റെ സ്വകാര്യതയും ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗവും കാണാൻ പാടില്ലാത്തത് ഒരാളും കാണാൻ പാടില്ല. അങ്ങനെയല്ലേ ഇസ്ലാമിന്റെ നിയമം? ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുൽ,
ഒരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കരുത്, ഒരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കരുത്. പിന്നീട് ഒരു പുരുഷൻ ഒരു പെണ്ണിന്റേത്, ഒരു പെണ്ണൊരു പുരുഷന്റേതും സെയിം ജെൻഡർ തന്നെ പാടില്ലെന്നാണ്. അത് പാടില്ലെന്ന് ശറഅന്റെ നിയമം അതാണ്. നമ്മുടെ കണ്ണുകൾ മലിനമാവുകയാണ്. നമ്മുടെ വിദ്യാർത്ഥിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വെളിച്ചവും അല്ലാഹുവിന്റെ സംരക്ഷണവും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ അപകടമാണ്. ഇന്നമാ ജുഇലൽ ഇസ്തിദാനു മിൻ അജലിൻ നദർ, മനുഷ്യന്റെ കണ്ണുകളെ സൂക്ഷിക്കാനാണ് സമ്മതം വേണമെന്ന് അല്ലാഹു നിശ്ചയിച്ചത്. അതിൽ പിന്നെ നീ വാതിലിന്റെ മുമ്പിൽ നിൽക്കുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനെ തിരുത്തി കൊടുക്കുകയായിരുന്നു. ഇനി നോക്കണം, ഇസ്ലാമിന്റെ ഒരു നിയമം നോക്കണം. മൻ ഇത്വലഅ ഫീ ബൈതി ഖൗമിൻ ഫഖദ് ഹല്ല ലഹും അൻ യഫ്ഖഹു ഐനൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും കൊണ്ടുവന്ന ഹദീസാണിത്. ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിക്കുകയാണിത്. ഏതൊരു മനുഷ്യന്റെയും വീടിന് സ്വകാര്യതയുണ്ട്, വീടിൽ സ്വസ്ഥത വേണം. ഒരു മനുഷ്യൻ വിശ്രമിക്കുന്ന ഇടമാണത്. നമ്മൾ വഴിയെ വരും, നമ്മൾ ഒരാളെ വന്ന് സന്ദർശിക്കുമ്പോൾ സമയം നോക്കണം. നേരവും കാലവും നോക്കാതെ കയറി വരരുത്. സന്ദർശനത്തിന്റെ സമയം നിബിധങ്ങൾ പഠിപ്പിച്ചൊരു സമയമുണ്ട്. ആ സമയത്തെ ചെല്ലാവുന്ന. നിങ്ങൾ പാണക്കാട് ചെന്ന് നോക്കി, ഹൈദരലി ശിഹാബ് തങ്ങളെയോ പാണക്കാട് തങ്ങന്മാരെയോ, ആ പാവങ്ങൾ രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വല്ല കാസർഗോഡെന്നോ ആലപ്പുഴയെന്നോ തിരുവനന്തപുരത്തുനിന്നോ ഒക്കെ എത്തുന്നത് പുലർച്ചെ 2 മണിക്കായിരിക്കും. അപ്പൊ സുബൈക്ക് 5 മണിക്ക് ആൾക്കാർ വന്ന് കിടക്കാം. ഞങ്ങൾ കാസർഗോഡ് നിന്ന് വരിക. പാവം തങ്ങൾ 1 മണിക്കൂർ എങ്ങാനും ഉറങ്ങി അല്ലെങ്കിൽ വിശ്രമിച്ച് സുബഹി നിസ്കാരം കഴിഞ്ഞ് മനുഷ്യൻ ക്ഷീണുണ്ടാവില്ലേ, മനുഷ്യനല്ലേ, ഒന്ന് ഉറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ആളുകൾ എത്തിയിട്ടുണ്ട്. അവിടെ അവർ ഡീൽ ചെയ്യണം. അപ്പോൾ കൂട്ട് 8 മണിക്ക് വരും, തങ്ങൾ എണീറ്റുണ്ടാവുമെന്ന് വിചാരിച്ചു. അവർ 10 മണിക്ക് തങ്ങൾ എല്ലാ വിശ്രമം കഴിഞ്ഞല്ലോ. എവിടെ ഇത് സുബഹി മുതലേ ആരംഭിച്ചിട്ടുണ്ടെന്ന് അവരറിയുന്നില്ല. ഇങ്ങനെ ആളുകൾ പോകുന്നത് രാത്രി 1 മണി 2 മണി നേരത്ത്. ബുദ്ധിമുട്ടാക്കരുത്, നമ്മൾ പ്രയാസപ്പെടുത്തരുത്. പ്രത്യേകിച്ച് ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ ശാരീരികമായി വളരെ ക്ഷീണിച്ചു പോയി. വളരെ പെട്ടെന്ന് അല്ലാഹു മഹാനുകൾക്ക് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. തങ്ങളൊരു ഫൈലി ബിരുദമുള്ള പണ്ഡിതനാണ്. തങ്ങൾ ഫൈലിയാണ്. എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകൾ നാവിന് പറഞ്ഞാൽ പറഞ്ഞ ഫലമുള്ള മഹാനായ പണക്കാട് പൂക്കോയ തങ്ങളുടെ ആ ഒരു പാരമ്പര്യത്തിന്റെ ആ ഒരു സ്വഭാവ ഗുണം കിട്ടിയ മഹാനുകൂടിയാണ് മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകൾ. അവരൊക്കെ എത്രയാണ് ഈ ഉമ്മത്തിനെ സഹിക്കുന്നത്. ആരോടെങ്കിലും ഒരു മുഖം കറുപ്പിച്ച് ചരിത്രം കേൾക്കാൻ പറ്റുമോ? പണക്കാട് ചെന്നിട്ട് ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് കാണാൻ പറ്റുമോ? ആ ചെന്ന് നിൽക്കുന്നവരങ്ങ് പോരുന്നവരെ അവര് ചിരിച്ചിട്ട് തന്നെ അവിടെ ഇരിക്കും. കണ്ടറിഞ്ഞ് നമ്മൾ ആവശ്യം കഴിഞ്ഞ വേഗം പോരണം. നമ്മളവിടെ സ്വന്തക്കാരാന്നൊക്കെ കാണിക്കാൻ കുറെ സെൽഫി എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും ഞാൻ ഇവിടുത്തെ സ്വന്തം ആളെ, എനിക്ക് അടുക്കള വരെ പ്രവേശനം എന്നൊക്കെ പറഞ്ഞ ഓരോ ഡയലോഗും, എന്നിട്ട് അവിടെ ബുദ്ധിമുട്ടാക്കുക. വീട്ടുകാർക്കും പ്രയാസം, അവിടെ തങ്ങൾക്കും പ്രയാസം, മഹാന്മാർക്കും എത്ര നേതാക്കന്മാർ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ കൃത്യമായും ഒരു സന്ദർശന മര്യാദയുണ്ട്, ശറഈ സന്ദർശനത്തിന്റെ ശൈലിയുണ്ട്, സമയമുണ്ട്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു വീട്ടിലേക്കും കയറി ചെല്ലുമ്പോൾ ആ വഴിയിലേക്ക് നമ്മൾ ചർച്ചയിൽ വരികയാണ്. പക്ഷേ ഈ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്, ഏതെങ്കിലും ഒരു വീട്ടിലേക്ക്, അത്ഭുതകരമായ ഹദീസാണിത്, മനിത്വലഅ ഫീ ബൈതി ഖൗമിൻ, ഏതെങ്കിലും ഒരു വിഭാഗം, മുസ്ലിമിന്റെ വീടെന്നല്ല, അത് ഹിന്ദുവിന്റെ വീടാവട്ടെ, ക്രിസ്ത്യാനിയുടേതാവട്ടെ, നിരീശ്വരവാദിന്റെ വീടാവട്ടെ, ഒരു വീട്ടിലേക്ക് ആരെങ്കിലും എത്തി നോക്കിയാൽ ഫഖദ് ഹല്ല ലഹും അൻ യഫ്ഖഉ ഐന, അവന്റെ കണ്ണ് ചുഴുതെടുക്കൽ അവർക്ക് ഹലാലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വീടിന്റെ ഉള്ളിലൂടെ ജനലിലൂടെ നോക്കി കത്തി കൊണ്ടൊരു കുത്തു കൊടുത്തില്ല, കണ്ണു പൊട്ടിപ്പോയി. ഇസ്ലാമിക കോടതി ആ മനുഷ്യനോട് പ്രതികാരം ചെയ്യാൻ പറയില്ല എന്നാണ്. എന്തേ? നിന്റെ സ്വകാര്യതയിലേക്ക് അവൻ എത്തി നോക്കിയെന്നാ. ഏതൊരു മനുഷ്യന്റെ വീട്ടിലേക്കും ആരെങ്കിലും എത്തി നോക്കിയാൽ സമ്മതമില്ലാതെ പഴുതിലൂടെ, വാതിൽ പഴുതിലൂടെ, ജനലിലൂടെ ഒളിക്യാമറ വെച്ച് ആ മനുഷ്യന്റെ കണ്ണ് പിഴുതെടുക്കാൻ അവർക്ക് അനുവാദമുണ്ട്. ഹല്ല ലഹും, അവർക്ക് ഹലാലാണ്. അൻ യഫ്ഖഹു ഐന, അവന്റെ കണ്ണെടുക്കാൻ അവർക്ക് അനുവാദമാണ്. ഹബീബായ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു. വേറെ റിവായത്ത് ഇങ്ങനെയാണ്, ലൗ അന്ന ഇംറഅൻ ഇത്വല അലൈക ബിഗൈരി ഇദ്നിക, നിന്റെ സമ്മതമില്ലാതെ നിന്റെ റൂമിലേക്കോ നിന്റെ ബെഡ്റൂമിലേക്കോ നിന്റെ വീട്ടിലേക്കോ ഒരുത്തൻ കണ്ണ് വെച്ച് നോക്കുകയും ഫഹദഫ്തഹു ബിഹസ്വ, ഒരു ചരൽക്കല്ല് ഉപയോഗിച്ചുകൊണ്ട് നീ കല്ലെടുത്ത് അവന്റെ കണ്ണിലേക്ക് മിടിക്കുകയും ചെയ്തിട്ട് അവന്റെ കണ്ണിന് എന്തെങ്കിലും പറ്റിയാൽ മാ കാന അലൈക ഇസ്മുൻ വലാ ജുനാഹ്, നിനക്കതിൽ കുറ്റമില്ല, അതിൽ ഒരു വിരോധവുമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനർത്ഥം എന്താണെന്നറിയോ? ഒരാളും ഒരാളുടെയും ഔറത്ത് കാണാൻ പാടില്ല എന്നാ. യൂട്യൂബും അതും മറ്റു സൈറ്റുകളും ഒക്കെ കണ്ടിട്ട് വ്യഭിചാരത്തിന്റെ പച്ചയായ സീനുകൾ കൊച്ചുകുട്ടികൾ മുതൽ കണ്ടുവരുന്ന കാലമാണ്. എന്തൊരു വലിയ അപകടമാണ്. മാതാപിതാക്കളുടെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ സ്വകാര്യത പോലും പിഞ്ചുമക്കൾ അവർക്കറിയാം എന്താണ് സംഗതി എന്ന്. പ്രായപൂർത്തി ആയിട്ടില്ലാത്ത മക്കൾ പോലും they have exposure to these sites. അവർക്കത് കാണാൻ. യൂറോപ്പ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം ഇതാണ്. സെൻസർഷിപ്പ് വേണം, അല്ലെങ്കിൽ പാരന്റിംഗ് വേണം, പാരന്റിംഗ് കൺട്രോൾ വേണം.
ലോക്കിംഗ് സിസ്റ്റം വേണം, അല്ലെങ്കിൽ ഗവൺമെന്റുകൾ ഇടപെടണം എന്നവരിപ്പോ വിളിച്ചു പറയാൻ തുടങ്ങി. ലോകത്ത് മുഴുവൻ ഇതുപോലെയുള്ള ആഭാസങ്ങൾ പച്ചയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് അഴിച്ചുവിട്ടിട്ട് ഇപ്പൊ ബോധം തെളിയാൻ തുടങ്ങി. ഈ പോക്കുപോയാൽ കടുത്ത അരാജകത്വത്തിലേക്ക് മനുഷ്യ സമൂഹം തള്ളപ്പെടുകയാണ്. സംസ്കാരമില്ലാത്തവരായി, വെറും ഭോഗശീലന്മാരായി, ശരീരത്തിന്റെ ആഗ്രഹം ശമിപ്പിക്കുക എന്ന ഒരു ഭോഗസുഖം മാത്രം കണ്ണിൽ കണ്ട് കുടുംബജീവിതത്തിൽ പോലും ലൈംഗികത മാത്രം കാണുന്ന ഒരു ആഭാസത്തിലേക്ക് നമ്മുടെ സോഷ്യൽ സംവിധാനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാത്ത ദുരന്തമാണ്, നിയന്ത്രിക്കേണ്ട ദുരന്തമാണിത്. ഉത്തരവാദപ്പെട്ട ആളുകൾ ഇടപെടേണ്ട വിഷയമാണിത്. മഹാനായ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരും ആരുടെയും സ്വകാര്യതകൾ ബ്രേക്ക് ചെയ്യരുത്, നിങ്ങൾ ആരും ആരുടെയും സ്വകാര്യതയിലേക്ക് എത്തി നോക്കരുത്. അങ്ങനെ ആരെങ്കിലും എത്തി നോക്കിയിട്ട് അവന്റെ കണ്ണ് നിങ്ങൾ കുത്തിപ്പൊട്ടിച്ചാൽ നിങ്ങളോട് ചോദ്യമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും കൊണ്ടുവന്ന ഹദീസാണ്. ഇസ്ലാമിലെ പ്രാമാണിക നിയമമാണിത്.